എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈഫൈ മോഡത്തിന്റെ സിഗ്നൽ കവറേജ് ചെക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. എന്തോരം ദൂരം നമുക്ക് അതിന്റെ കവറേജ് ലഭിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ഈ മോഡത്തിന്റെ അൺബോക്സിങ്ങും മറ്റ് ഡീറ്റെയിൽസും പറഞ്ഞതിനാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ആ ഒരു വീഡിയോയിൽ ഈ മോഡം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കുന്ന അഡാപ്റ്ററിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റ് പറഞ്ഞതിനാൽ കമ്പനി എന്നെ വിളിക്കുകയും എനിക്ക് പുതിയ അഡാപ്റ്റർ അയച്ചു തന്നിട്ടുണ്ട്. അത് യാതൊരുവിധ കുഴപ്പമില്ലാത്ത നല്ല ഒരു അഡാപ്റ്റർ തന്നെയാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഹാളിൽ തന്നെയാണ് ഈ മോഡം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ താഴത്തെ നിലയിൽ എല്ലായിടത്തും നല്ല കവറേജ് തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ 5G സിഗ്നൽ മാത്രമേ കുറച്ച് കുറയുന്നുള്ളൂ. എന്നാലും അത് കട്ടായി പോകുന്നില്ല, കിട്ടുന്നുണ്ട് എല്ലായിടത്തും. ഇതിപ്പോൾ നമ്മൾ താഴെ മൊത്തം നോക്കി എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. അത് താഴെ വലിയ കാണിച്ചിട്ടൊരു കാര്യമൊന്നുമില്ല, കാരണം എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലൊന്ന് പോയി നോക്കാം. മുകളിലേക്ക് സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴും അവിടെ നമുക്ക് 5G സിഗ്നലിന് മാത്രമേ ചെറിയൊരു കുറവുള്ളൂ. മറ്റ് സിഗ്നലിന് യാതൊരുവിധ കുഴപ്പവുമില്ല. പിന്നെ അതിൻ്റെ റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും എല്ലാ റൂമിലും നമുക്ക് നല്ല രീതിയിലുള്ള സിഗ്നൽ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് എല്ലായിടത്തും നല്ലൊരു കവറേജ് വൈഫൈയുടെ ഈ ഒരു മോഡത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും തന്നെ കുറച്ച് വെട്ടം കുറവുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ കറണ്ടില്ല. പിന്നെ ഈ മോഡം വർക്ക് ചെയ്യുന്നത് സോളാറിലാണ്. അതുകൊണ്ടാണ് എല്ലാവരും നമ്മോട് ക്ഷമിക്കുക. പിന്നെ നമ്മൾ ആ പ്രൊജക്ടർ മേടിച്ചിട്ട് നമ്മുടെ റൂം സെറ്റാക്കിയപ്പോൾ ഫുള്ള് ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ച് മൊത്തം ഇരുട്ടാക്കിയതുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വെട്ടക്കുറവുണ്ട്. ഇപ്പോൾ ഏത് പകൽ സമയത്തും റൂമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഇരുട്ടാണ്. ആ പ്രൊജക്ടറിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർക്ക് കണ്ടു വെക്കാം. എന്തായാലും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും വൈഫൈക്ക് നല്ല രീതിയിലുള്ള കവറേജ് തന്നെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ 5G സിഗ്നൽ മാത്രമാണ് കുറച്ച് കുറവുള്ളൂ. അത് അല്ലെങ്കിൽ വലിയ പവറില്ലാത്ത സിഗ്നലാണ്. ഇനി നമുക്ക് നമ്മുടെ റോട്ടിലും വീടിൻ്റെ മുറ്റത്തും പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കാം. എന്തോരം സിഗ്നൽ നമുക്ക് ലഭിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ. ഏകദേശം നമ്മുടെ 5Gയുടെ സിഗ്നൽ മാത്രമാണ് ഒത്തിരി ദൂരം കിട്ടാത്തേ കാരണം അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ ഒത്തിരി ദൂരം കിട്ടില്ല. അതൊരു ഹൈ സ്പീഡ് കിട്ടുന്ന ഒരു വൈഫൈ സിഗ്നലാണ്. അതിന് ഒത്തിരി ദൂരപരിധി ഒന്നുമില്ല. പക്ഷേ നമുക്ക് 2Gയുടെ സിഗ്നൽ ഇവിടെ വരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് ഇവിടെ, അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വരുമ്പോഴാണ് 5G സിഗ്നൽ ലഭിക്കുന്നത്. അതല്ലാണ്ട് നമ്മുടെ സാധാരണ സിംഗിൾ ബാൻഡിൽ വരുന്ന സിഗ്നലാണെങ്കിൽ നമുക്ക് ഏകദേശം ഇപ്പോൾ എൻ്റെ വീട് ശരിക്കും ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, അത്ര ദൂരം വരെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ താഴെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. എന്തോരം സിഗ്നൽ അവിടെ ലഭിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. താഴോട്ട് പോകുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ 5G സിഗ്നൽ ആദ്യം കട്ടാവും. പിന്നെയും കുറച്ചുകൂടെ താഴോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ സാധാരണ സിംഗിൾ ബാൻഡ് മോഡത്തിൽ വരുന്ന സിഗ്നൽ കട്ടാകുന്നുള്ളൂ. അതാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു സിഗ്നൽ ചെക്കിങ്ങിൽ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ വീടിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരുന്നിട്ട് റോട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 2 സിഗ്നലും ലഭിക്കുന്നുണ്ട്. നോർമൽ സിഗ്നലും 5G സിഗ്നലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ പുറത്ത് ആ പരിസരത്ത് വീടിൻ്റെ അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ എല്ലായിടത്തും റോട്ടിലാണെങ്കിലും മുറ്റത്താണെങ്കിലും പറമ്പിലാണെങ്കിലും നമുക്ക് നല്ലൊരു സിഗ്നൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇനി വീടിൻ്റെ പുറകു സൈഡിൽ നോക്കാം. ഇവിടെ നമുക്ക് നല്ല സിഗ്നൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പറമ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്തായാലും നമ്മുടെ കിണറിൻ്റെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. കിണറിൻ്റെ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ 5G സിഗ്നൽ കട്ടായി പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് മറ്റേ സിഗ്നൽ ലഭിക്കുന്നുണ്ട് താനും. പിന്നെ ഇത്രയും ദൂരമൊക്കെ പോകുമ്പോൾ നമുക്ക് സിഗ്നൽ ഉണ്ടെങ്കിലും നെറ്റിൻ്റെ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. അത്യാവശ്യം സൈറ്റൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാനും ബ്രൗസ് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് സ്പീഡൊക്കെ എന്തോരം കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു 5G സിഗ്നൽ കിട്ടിയാലും നമുക്കിവിടെ വൈഫൈ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു സൈറ്റിലൊക്കെ ഈസി ആയിട്ട് കയറാം. കണ്ടോ, യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് സ്പീഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തോരം കിട്ടുന്നുണ്ടെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ. കണ്ടോ, വലിയ സ്പീഡൊന്നുമില്ല ഇത്രയും ദൂരെ പോയതുകൊണ്ട്. ഇനി വീടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സിഗ്നൽ സ്പീഡും ലഭിക്കുന്നതായിരിക്കും. ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല, ഞാൻ എടുത്തിരിക്കുന്നത് 30 MB പ്ലാനാണ്. ആ ഒരു പ്ലാനിലേക്കുള്ള സെറ്റപ്പിലേക്ക് വരുന്നതായിരിക്കും. അതൊക്കെയാണ് ഈ ഒരു മോഡത്തിൻ്റെ ഒരു വൈഫൈയുടെ കവറേജും മറ്റു കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും മറ്റേ കമൻറ്റൊക്കെ അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും പുതിയൊരു വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കണം. ഇതാണ് നമ്മുടെ സോളാറിൽ നിന്നുള്ള സെറ്റപ്പ്. ഇതിൻ്റെ വീഡിയോ താമസിക്കാണ്ട് ചെയ്യാം.